നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിട്ട് നിന്നിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ ഡിമിട്രിയോസ് ടാബൻഡോക്കോസിൻ്റെ ഒരു തകർപ്പൻ ഗോളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. 1-0 എന്ന നിലയിൽ നിൽക്കുന്നപ്പോൾ തന്നെ ആദ്യ പകുതിയിൽ ജംഷഡ്പൂർ FC മറ്റൊരു ഗോൾ തിരിച്ചടിച്ച് മത്സരം സമനിലയിൽ ആക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ കിട്ടിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിൽ ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല. അങ്ങനെ മത്സരം 1-1 എന്ന നിലയിൽ അവസാനിക്കുക തന്നെയായിരുന്നു. എന്തായാലും ആ മത്സരത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നലെ മോഹൻ ബഗാൻ വേഴ്സസ് ചെന്നൈ FC മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. മോഹൻ ബഗാൻ ഒരു ഗോളിന് മുന്നിട്ട് നിന്നിട്ട് അവസാനം മോഹൻ ബഗാൻ തോൽവി ഏറ്റുവാങ്ങുക തന്നെ ചെയ്യുകയായിരുന്നു. 2-3 എന്ന നിലയിൽ ചെന്നൈ FC വിജയം കരസ്ഥമാക്കുകയായിരുന്നു. ചെന്നൈ FCയുടെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പുറകിൽ നിന്നിട്ട് 3 ഗോളുകൾ അടിച്ചാണ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പറഞ്ഞ വാക്കുകൾ നോക്കാം. അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേ ഓഫിലെത്തിയോ എന്നാണ് ആരാധകരുടെ ചോദ്യം. ഒരു കണക്കിന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേ ഓഫ് യോഗ്യത നേടിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് ആ സമനിലയിലൂടെ 30 പോയിൻറ്റുമായിട്ട് പോയിൻ്റ് ടേബിളിൽ 5-ാം സ്ഥാനത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങളിൽ ഇനിയും നിർണായകം തന്നെയാണ്. വരും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പറഞ്ഞ വാക്കുകൾ നോക്കാം. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു സ്ട്രൈക്കറെ സൃഷ്ടിക്കുക എന്നത് ഇന്ത്യയിലെ ഓരോ ക്ലബിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ISL പല ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് മികച്ച ഗോളുകളും അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുള്ള വമ്പൻ വിദേശ താരമാണ് ഹ്യൂഗോ ബോമസ്. എന്തായാലും താരത്തിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ 2 പ്രമുഖ ISL ടീം രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ ടീം ഒഡീഷ FCയും അതേപോലെ തന്നെ പഴയ ടീമായ FC ഗോവയുമാണ് താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സൈനിങ് നടക്കുമോ ഇല്ലയോ എന്ന് കമൻറ്റ്